ചെയ്യുന്നു പറഞ്ഞിട്ട് മനക്കൊരു അതിശയം തോന്നുന്നു. പറഞ്ഞിരുന്ന വേണ്ടി കുടിക്ക് ആടിയാരുമില്ല, അപ്പുറത്താരുമില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കും. ആരും വന്ന് നിൽക്കുന്നൊന്നുമില്ല, ആരുമില്ല അപ്പുറം. നിങ്ങളിതിന് അപ്പുറം എത്തി നോക്കുന്നു, ആരുമില്ല. എവിടെയാ നമ്മൾ രണ്ടാളെ ഇല്ലു. അപ്പുറം ആരാ വന്നിന്, ആരാ കിടക്കുന്നു, ഇതെല്ലാം ചോദിക്കുക. ഇതാണ് ഞാനൊരു വീട് തവരാതെ നിൽക്കുന്ന, ആടിനാ നിൽക്കുന്നു. ഇനിയിപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഞാൻ വാതിലടച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വാതിലടച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു കത്തോണം പറയുന്നുണ്ടാവും. ഒരാളോട് ആരോ വന്നിരുന്നിട്ട് വർത്തനം പറയുമ്പോൾ കത്തോണം പറയുന്നുണ്ടാവും, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. അതാണ് അമ്മേൻ്റെ അവസ്ഥ. ഇപ്പം ആരും വരാനോ ഒരാൾ വരുന്നോ തിരിഞ്ഞു നോക്കാനോ ഒരാളില്ലെന്ന് മാത്രമല്ല, ഇതിൻ്റെ നേരം മോള് മാത്രമേ ഉള്ളൂ. മറ്റിപ്പോൾ ആരും വരാനും പോകാനൊന്നുമില്ല. ഓളാന്ന് നോക്കാമെന്ന് അതിനെക്കാട്ടി കഷ്ടപ്പാട്. അവളെ വിചാരിച്ചിട്ട് എനിക്കും സമാധാനപ്പെടും. ഓള് വൈകിപ്പോയി പിന്നെ നമ്മളെല്ലാം മുട്ടിപ്പോയില്ലേ. അവർ വിഷമം ഓളെ വീട്ടിലേക്ക് വെക്കണം, ജോലിക്കും പോകണം, മറ്റൊന്നും പോകണം. എന്നിട്ട് ഇവിടെയും വരുവാണ്. ഞാനിപ്പം പിന്നെ ഞാൻ ഇങ്ങനെയാക്കി, അതുകൊണ്ട് ഇങ്ങനെ ഒപ്പിച്ച് പോകുന്നു. അവളെ എങ്ങനെയെങ്കിലും ആയിട്ട് വെച്ചിട്ട് അതാണ് എൻ്റെ അവസ്ഥയുള്ളത്. ചായ കുടിക്ക്. ഞാൻ കുടിക്കാനായിട്ടില്ല, എനിക്കായിട്ടില്ല. കുറച്ചേക്ക് കുടിക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ കുടിക്കണ്ടു. കുടിക്കുന്നില്ല, കുടിക്കും. അതാണ് എൻ്റെ അവസ്ഥ. സമയം 10 മണി. രാവിലെ ഒരു ചായ ആക്കി ലേശം ഒരു ബലവും തേങ്ങയിൽ ഇട്ടിട്ട് ലേശം അത് കൊടുത്താൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. എന്നിട്ട് അത് നേരലേക്ക് അത് രാവിലെ കുടിച്ച് വന്നപാട് വേണം. അത് രാവിലെ ഇല്ലെങ്കിൽ ഭയങ്കര കുക്കറി പൊടിയാക്കും. വിശക്കുന്നത് പറയും. ഇപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ നേരം വയ്ക്കില്ല. പിന്നെ കറിയെല്ലാം വെച്ചിട്ട് ആക്കണ്ടല്ലേ. ഇന്നത്തെ കറിയൊന്നുമില്ല. ഇന്നത്തെ കറി ഉണ്ടെങ്കിൽ ഇന്നത്തെ കറി നല്ല ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ ഇന്നത്തെ കറിയുടെ കൂട്ടുന്നു രാവിലെ. പക്ഷേ ഇന്നത്തെ കറിയൊന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ രാവിലെ വെച്ചിട്ടായിരുന്നു നേരം. എനിക്ക് ഗ്യാസ് എടുക്കാനും കഴിയുന്നില്ലല്ലോ. പണിയെല്ലാം എടുക്കണ്ടേ, എല്ലാം ആവട്ടെ. എനിക്ക് കഴിയുന്നേയില്ല. അതുകൊണ്ടാണ്, മറ്റു വേറൊന്നല്ല. ഇതെല്ലാം നമ്മളിങ്ങനെ ഇത് ഓരോരിക്കാൻ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാവും. രാത്രിയെല്ലാം കിടന്നിട്ടാകുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഞാനിങ്ങനെ ആയില്ലേ എന്നുള്ളൊരു വിഷമം വരും എനിക്ക്. എന്താ വെച്ചാൽ ഈ അമ്മ ഇങ്ങനെ ആരുമില്ല, മക്കളാണ്. മക്കൾ ഒരു പെണ്ണാണ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ഇരിക്കാനുള്ളത്. എല്ലാവർക്കും കൂടി ഓടേണ്ടത് ആ ഒരു പെണ്ണാണുള്ളത്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും. ഞാൻ പിന്നെ ആരോടാ പറയേണ്ടത്. പിന്നെ ഇപ്പം ചെറിയ പറഞ്ഞാൽ തന്നെ ഇടയ്ക്ക് വിൽക്കുകയൊന്നും ചെയ്യുക. എല്ലാവരും അങ്ങനെ മക്കൾ ഇങ്ങനെ വലിയവരിക്കൂടെ വന്നിട്ടുണ്ട്. ഓൻ്റെ അവസ്ഥയും പിന്നെ ഇതന്നെ ഓളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കുറച്ചടുത്താണ് ഒരു സമാധാനം, ധൈര്യമുണ്ട്. മക്കൾ നാട്ടിലുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ അതന്നെ വരെയൊന്നുമില്ല. എല്ലാ മക്കളും അപ്പുറം ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമുണ്ട്. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. മക്കളെ കാണാമല്ലോ. നമുക്കൊന്നുമില്ലെങ്കിൽ ദൂരെയാകുമ്പം അല്ല മോനോട് ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം വേണ്ടല്ലോ. ആ ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ, അത്രയല്ലേ. അതാണ് കുടിക്ക്. എന്നിട്ട് വേണം തലവാര. ചായ കുടിച്ചിട്ട് വേണം തലവാർന്ന് കെട്ടിത്തരാം. ചായ കുടിച്ചിട്ട് തലവാർന്ന് കെട്ടിത്തരാം. കറി വേണ, പുട്ട് വേണ, എടുത്തിട്ട് വരട്ടെ. അത് കുടിക്കുക, അപ്പോഴേക്കും കൊടുത്തേ. കഷ്ണം ഉണ്ടല്ലോ. അത് കുടിച്ചിട്ട് ഗുളിക കുടിക്കേ. അത് ചായ കുടിച്ചിട്ട് അത് തിന്നിട്ട് ഗുളിക കുടിച്ചാൽ ഗുളിക ഷുഗറിന് പ്രഷറിന് ഗുളികയായിട്ട് ഇത് കുടിച്ചാൽ ഇത് വെക്കട്ടെ. അത് ഒരു കറി ഇഷ്ടമാണല്ലോ.
കറി ഇഷ്ടല്ലേ നല്ലോണം കൂട്ട്. കുറച്ചെന്ന് പറഞ്ഞൂടാ. കൂട്ട് കുടിക്ക് കുടിക്ക്. നിൽക്കാൻ കഴിയുന്നില്ല, കാലിൻ്റെ തുടയിൽ ഇടിഞ്ഞിങ്ങനെ വേദന കിട്ടുന്നത്. അതാണ് ഒന്നാമത് തണുപ്പിൽ നിൽക്കുമ്പോൾ കുറേ നല്ലോണം. അതൊക്കെ തിന്നോ ആകുന്നുണ്ട്. ഒന്നും ആവില്ല, അത് നമുക്ക് തോന്നി. അത് എപ്പോൾ അങ്ങനെയാന്ന് ചായ കുടിച്ചിട്ട് അമ്മക്ക് എന്തോ ആവുന്നില്ല. ഒന്നും ആവാനില്ല. നിങ്ങൾ കുടിച്ചാട്ടെ. നിങ്ങളത് കുടിക്കുന്നില്ല, ഗുളിക കുടിക്ക്. ഷുഗറിനും പ്രഷറിനും ഗുളികയിട്ടല്ല, ഷുഗറിനും പ്രഷറിനും ഗുളികയില്ലേ, അത് കുടിക്ക്. അത് ആയി കുടിച്ചിട്ട് അത് തിന്നിട്ട് കൈ കഴിച്ച് ഗുളിക കുടിക്ക്. ചോറാക്കണത്രേ. വെള്ളം നനച്ചില്ല, പച്ചക്കറിക്ക് വെള്ളം നനച്ചില്ല. പച്ചക്കറിക്ക് വെള്ളം നനക്കണത്രേ, സമയം പാടായില്ലേ. പച്ചക്കറിക്ക് വെള്ളം അടിക്കണത്രേ. കുറച്ച് നടാനുണ്ട്, നടുവ് പോയിട്ട് നടാടുക്ക് കൊണ്ട് നേക്കലാണ്. പച്ചക്കറിക്കാ അല്ല, പച്ചക്കറിക്ക്. പച്ചക്കറി നട്ടായി ഞാനിപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ എന്നാൽ അത് പോയി പോവില്ലേ, അതാണ് എനിക്കിപ്പോൾ പോയി. കുറച്ച് നടാനാലും വിഷമമാണ്. എന്നാൽ ഇപ്പം ആരാ വെള്ളം നനക്കാനും ഉണ്ടാവുക. അവിടെ ഇപ്പം നട്ടിട്ടെന്നാൽ വേണ്ടത് നേരിട്ടില്ല. നടാനാലിപ്പം വിഷമം തന്നെയാണ്. എല്ലാം സാധനം പൈസ കൊടുത്ത് മേടിച്ച് ഉപയോഗിക്കാഞ്ഞാൽ നമുക്കൊരു നമ്മളെ ആവശ്യം തീരില്ലേ. നമ്മളെ ആവശ്യം തീരുന്നില്ലേ നട്ടാൽ. പുറത്ത് കൊടുക്കുന്നില്ലെങ്കിലും പുറത്തുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തിന്ന് തിന്ന് കുറച്ചേരം കിട്ടും. തിന്ന് കഴിയട്ടെ. എന്നിട്ട് തല വര പാടായിപ്പോവും. ഇപ്പം കണ്ടില്ല അമ്മേൻ്റെ ചായ കുടിക്കുന്നു. ഇതെനിക്ക് കുറച്ച് ഞാൻ കൊണ്ടിട്ട് എനിക്ക് ആ മുടിയെല്ലാം പറഞ്ഞ് ചീകി കൊടുക്കട്ടെ. ഇത് വിപ്പ് വലിക്കല. വിപ്പ് വലിച്ചാലും തേച്ചും വിത്ത് ഇടാവും. വലിയ വിപ്പ് പിന്നെ അലക്കാനിട്ടില്ല. അലക്കണത്രേ. ഇപ്പം അലക്കാനിടണത്രേ. അന്ന് പറയുന്നില്ലേ ഇപ്പം നിങ്ങൾക്ക് തൽക്കാലം ഇപ്പം മേടിച്ച് കയ്യില്ലേ ഇതാ തോർത്ത്. എന്നാ ഇതിനെ കൊണ്ട് തോർത്ത്, കൈ മുഴുവൻ തോർത്ത്. ഈ തോർത്തോണ്ടി വേണം ഒരു ദേശം അത് ആക്കാൻ പോകാൻ ഈ മുടി ഇതാക്കും. ഇനി അത് അരക്കണം. ഇപ്പം അരക്കാൻ എടുക്കുന്നത് അതിപ്പോൾ അരക്കണം. അതിനെല്ലാം കിട്ടി. അതിന് വേണ്ട ഞാൻ പോയി ഇനി ഞാൻ വാരിരുന്ന ഒരേ വാരിൽ വാരില്ലേ. ഇതിന് അങ്ങനെ വാരുന്നു. ഒരിക്കൽ തല എന്നോട് പറഞ്ഞാൽ നല്ലതാ. തലവേദന എടുക്കൂലേ. നമുക്കെല്ലാം പൊരിഞ്ഞ് കഴിഞ്ഞു. അതിനുണ്ടാവില്ലേ ചൂടല്ലേ. മുടി പോവില്ലേ. എൻ്റെ തന്നെ തേച്ച് പൊരിഞ്ഞ് കഴിഞ്ഞില്ലേ. ഒന്നുമില്ല. അനക്ക് സങ്കടം കൊണ്ട് തന്നെയാണ് പിള്ളേരെ. ഏത് പിള്ളേരാ? ഏത് പിള്ളേര്? അമ്മ രാജൻ പോയത് നമുക്ക് ഓർമ്മയില്ല. രാജൻ പോയത് നമുക്ക് ഓർമ്മയില്ല. അമ്മേൻ്റെ ഇളയ മോനെ നമുക്ക് ഓർമ്മയില്ല. ഇളയ മോന അമ്മ മോനയുടെ പോയി അറിയാം. രാജൻ അറിയില്ല എവിടെ പോയിന്നറിയാം. രാജനയുടെ പോയേ രാജനയുടെ പോയി അറിയില്ലേ. എന്താ അവൻ പോയിട്ട് 10 മാസമായി കേട്ടാ. ഓൻ പോയി മരിച്ചിട്ട് 10 മാസമായി. 10 മാസം കഴിഞ്ഞു. അതേപോലെ ഇവർ മരിച്ചിട്ട് രമേൻ്റെ അച്ഛൻ മരിച്ചിട്ടും 9 മാസമായി. രണ്ടാൾ പോയിട്ട് ഒരു കൊല്ലം എത്തി. ഒരു കൊല്ലം എത്താനായി. അവൻ പോയിട്ടും ആയി. അതുകൊണ്ട് പിന്നെ അല്ല നമുക്ക് ഓർമ്മയില്ല വെച്ച് ചോദിക്കുന്നതാണ്.
ഓർമ്മയില്ലാതെ ചോദിക്കുന്നതാണ്. ഒന്നും അറിയില്ല. ആടെ ഉണ്ടെന്നാ വിചാരിച്ചിനി? ആടെ ഉണ്ടെന്നാ ഓർമ്മ? പക്ഷെ നിങ്ങൾ കാണാൻ വരില്ലേ? ആടെ ഉണ്ടെന്ന് വരില്ലേ? ഇല്ലല്ലോ. ഇപ്പോ പറഞ്ഞ് 3-4 മാസമായിപ്പോ. 3-4 മാസം വരുമ്പോതിനാ എന്നിട്ട് എന്നാ പറഞ്ഞ്? എന്താ പറയുന്നപ്പോ അന്നേരം കാണാൻ ഇല്ല. സുഖം തന്നെ അങ്ങോട്ട് ഒന്നും തന്നെ തല്ലുപൊടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞെല്ലാം ഉണ്ട്. തല്ലുപൊടിയെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് പോരാന്ന് പറഞ്ഞ. ഞാൻ പറഞ്ഞില്ല അമ്മയോട്. ഞാൻ പറഞ്ഞിട്ടില്ല അമ്മ ഭാവിനെ പറഞ്ഞേ. ഞാൻ പറഞ്ഞു. ഭാവിന്ന് പറഞ്ഞാ? ഭാവിന്ന് പറഞ്ഞാ? ഞാനാ രാജൻ ഭാവിന്ന് പറഞ്ഞ ഞങ്ങളോട്? ഇല്ല. പിന്നെന്താ പറഞ്ഞ്? ഇന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് അവസ്ഥ. എന്താ ഇപ്പൊ എന്തെല്ലാം പറയുന്നറിയാം? 4 മാസം മുമ്പേ വന്നു. അന്നേരം ഞാൻ പറഞ്ഞിട്ടില്ലമ്മേ ഇതെല്ലാം പറയുന്നത്. സ്വബോധം ഇല്ല. സ്വബോധം ഉണ്ടെങ്കിൽ എന്തായാലും പോയി എന്നുള്ള ഓർമ്മയുണ്ടാവുമല്ലോ. അതൊന്നും ഇല്ല. ഇപ്പം പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ അതാണ് ഇതാണ് അവസ്ഥ. ഇങ്ങനെയാണ് ഞാൻ ഇതെല്ലാം കാണുന്നത്. ഇതെല്ലാം കാണാൻ ഞാൻ മാത്രമായി. അതന്നെ എനിക്ക് സങ്കടം. അതാണ് എല്ലാവർക്കും ആർക്കും ഇത് കാണേണ്ട ഇത് കാണേണ്ട യോഗമായിപ്പോൾ. എൻ്റെ അച്ഛനെ കൊണ്ടൊന്നും ഇങ്ങനത്തെ കഷ്ടപ്പാടുണ്ടാക്കി. അച്ഛപ്പനെ കൊണ്ടില്ല. അച്ഛപ്പനെല്ലാം 96 വയസ്സായി മരിക്കുമ്പോൾ ഇറയത്ത് പോയി പുസ്തകം വായിച്ച് പുറത്തിറയത്ത് ഉണ്ടാക്കി ആടുന്ന ആത്ത് പോയി കിടന്ന അപ്പാട് അച്ഛൻ മരിച്ചിനി. ഒരാളെ കൊണ്ട് ഒരു രോഗമില്ലാതെ എൻ്റെ അച്ഛപ്പൻ ഒരു കടുത്തത്തിലുമായിട്ടില്ല. ഒന്നുമില്ല. അങ്ങനെ അച്ഛപ്പനെ പോയി. ഒരു മരിക്കുന്നവരെ ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു അച്ഛപ്പനെ ലോകത്തുണ്ടാവുകയില്ല. ഒരാളുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സ്വഭാവം. അച്ഛപ്പനെ പോലെ സത്യസന്ധനും ഒരു കളവ് പറയില്ല, വാക്ക് മാറ്റില്ല. അത്ര നല്ല സത്യസന്ധന അമ്മേൻ്റെ അച്ഛൻ. പിന്നെ എൻ്റെ അച്ഛനും അങ്ങനെ ഒരു ദിവസം കുഴങ്ങി കിടന്നിട്ടില്ല എന്നാണ് ഒരാഴ്ച കിടന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഒരു 5-10 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വന്നൊരു 10 ദിവസം അച്ഛൻ നിന്നിട്ടില്ല. ഒരു മാസം നിന്നില്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അങ്ങനെ അച്ഛനെ അതേപോലെ എൻ്റെ അച്ഛനും അങ്ങനെ എത്ര നല്ല സ്വഭാവം. ഒന്നുമില്ല. അച്ഛനങ്ങനെ ബോധക്കുറവൊന്നുമില്ല. അച്ഛന് വയസ്സായിപ്പോൾ 66 വയസ്സൊന്നും അച്ഛൻ പോയി. അച്ഛൻ പോയതല്ല നമുക്കിപ്പോൾ രംഗം ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ. അതാണ് എൻ്റെ അവസ്ഥ. അച്ഛപ്പനും അങ്ങനെ. അച്ഛപ്പനാണ് അതിനെക്കാട്ടി. അച്ഛപ്പന് നല്ല സ്നേഹമാണ്. എല്ലാവരോടും നല്ല സ്നേഹമാണ്. അച്ഛപ്പനെന്ന് വെച്ചാൽ ഭക്ഷണപ്രിയനാണ്. നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അച്ഛപ്പന് നല്ല സന്തോഷമായി. വളരെ വളരെ സന്തോഷമായി. അച്ഛപ്പനൊരു സന്തോഷത്തോടെ ഞാനെല്ലാം ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ വന്നിട്ട് അച്ഛപ്പൻ മരിക്കുന്നതിന് ഒരുപോലെ മുമ്പേ ഞാനിവിടെ വന്നിനി. ഇവിടെ വന്നിട്ട് പോയാൽ അച്ഛപ്പൻ പിന്നെ ആടെ ചെല്ലുമ്പം പറയും എൻ്റെ മൂട് വരുന്നു. അത് ഉള്ളിൽ നിന്നിട്ട് ആ ഒരു സന്തോഷത്തോടെ ഒരു വർത്താനം പറയുന്നത് അത് കേൾക്കേണ്ടതാണ്. അച്ഛപ്പൻ കുറിച്ച് അതുണ്ടാവും കുറിതോടുകയും ചെയ്യുന്നുണ്ടാവും. ഞാനൊരു സമയം അച്ഛപ്പനെ കാണാൻ പോയാൽ അത് അന്നേരം ആ ഒരു വർത്താനം കേൾക്കാൻ ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ കേൾക്കുമ്പോൾ തോന്നുന്നു. അങ്ങനത്തെ ഒരു അമ്മേൻ്റെ അച്ഛൻ അത്ര നല്ല അച്ഛനാണ്. അമ്മേനെ കണ്ടിട്ടേ ഇല്ല. അമ്മേൻ്റെ അമ്മ 62 വയസ്സിലെ അമ്മേൻ്റെ അമ്മ മരിച്ചു. 62 വയസ്സിലെ അമ്മേൻ്റെ അമ്മ മരിച്ചു. അമ്മേൻ്റെ അമ്മ ലക്ഷ്മീനാണ്. പേരും ലക്ഷ്മിയാണ്. ലക്ഷ്മീനെയാണ് ലക്ഷ്മി. അത്ര നല്ലൊരു സ്വഭാവമാണ്. അങ്ങനെയാണ് അമ്മേൻ്റെ അമ്മയും എല്ലാം. നമ്മുടെ കുടുംബത്തിലെ ആരില്ല അമ്മക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട്. അതാണ് എനിക്കിപ്പം സങ്കടം വെച്ചത്. മറ്റു വേറൊന്നുമല്ല. എനിക്ക് ഇത്തിരി പറയാനുള്ളൂ. ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും കാണാം.